പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാമത്തെ യൂണിറ്റായ ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന യൂണിറ്റിലെ വിലയിരുത്തൽ ചോദ്യങ്ങളടക്കം മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിക്കാം. വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പെപ്പർ, കുരുമുളകിനെയാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്. Who were the Europeans who came to India for trade? കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയായിരുന്നു? The Portuguese, the Dutch, the English and the French. കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ആദ്യമെത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. Who is the first Portuguese navigator to visit India in seaway? സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡഗാമ. വാസ്കോഡഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ. പോർച്ചുഗീസ് നാവിഗേറ്റർ വാസ്കോഡഗാമ റീച്ച്ഡ് കേരള ഇൻ ദ ഇയർ. എപ്പോഴാണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ കേരളത്തിലെത്തിയത്? 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് വാസ്കോഡഗാമയും സംഘവും എത്തിയത്. വിച്ച് വേർ ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദിയു. ഓർമ്മിച്ചു വെക്കണം, പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു. വിച്ച് ആർ ദ ഫോർട്ട്സ് കൺസ്ട്രക്റ്റഡ് ബൈ പോർച്ചുഗീസ് ഇൻ കേരള? കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകൾ ഏതെല്ലാമാണ്? സെയിന്റ് ഏഞ്ചലോ ഫോർട്ട് കണ്ണൂർ, കോട്ടപ്പുറം ഫോർട്ട് തൃശൂർ. കണ്ണൂരിലെ സെയിന്റ് ഏഞ്ചലോ കോട്ടയും തൃശൂരിലെ കോട്ടപ്പുറം കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഹൂ ആർ നോൺ ആസ് പറങ്കീസ്? ആരെയാണ് പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത്? പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത്. വിച്ച് ആർ ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ്? പോർച്ചുഗീസുകാർ പരിചയപ്പെടുത്തിയ കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ. ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. ദ ട്രേഡ് റിലേഷൻ വിത്ത് ദ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ്ഡ് സെവറൽ ഫീൽഡ്സ് ഓഫ് കേരള. എക്സ്പ്ലെയിൻ. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. വിവരിക്കുക. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് നോക്കാം. The trade relation with the Portuguese greatly influenced the agricultural sector of Kerala. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തി. അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എറ്റ്സെട്ര that are found in Kerala now were introduced by the Portuguese. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. The widespread use of printing machine and the development of the art form ചവിട്ടുനാടകം were some of the impacts of Indo-Portuguese relationship. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. മലയാളം വേർഡ്സ് ലൈക്ക് മേശ, കസേര, കുശിനി ആൻഡ് വരാന്ത വേർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് പോർച്ചുഗീസ്. മേശ, കസേര, കുശിനി, വരാന്ത തുടങ്ങിയ മലയാളം വാക്കുകൾ രൂപപ്പെട്ടത് പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെയാണ്. പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെ കേരളത്തിൽ രൂപപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? മേശ, കസേര, വരാന്ത, കുശിനി. ദ പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ക്രിസ്ത്യാനിറ്റി ഇൻ കേരള. പോർച്ചുഗീസുകാർ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. Why couldn't the Portuguese establish many trade centers in India? ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? They did not have enough economic and military resources to compete with other European powers. പോർച്ചുഗീസുകാർക്ക് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി ഉണ്ടായിരുന്നില്ല. They faced resistance from native forces.
അതുമാത്രമല്ല പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. വിച്ച് വെയർ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഡച്ച് ഇൻ ഇന്ത്യ? കൊച്ചി ആൻഡ് കൊല്ലം. ഓർമ്മിച്ചു വയ്ക്കണം, കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഹു ഹെൽപ്ഡ് വാൻ റീഡ് ടു കംപ്ലീറ്റ് ദ ഹോർത്തൂസ് മലബാറിക്കസ്? ഹോർത്തൂസ് മലബാറിക്കസ് പൂർത്തിയാക്കാൻ വാൻ റീഡിനെ സഹായിച്ചത് ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഹോർത്തൂസ് മലബാറിക്കസ് പൂർത്തിയാക്കാൻ വാൻ റീഡിനെ സഹായിച്ചത്. ഇട്ടി അച്യുതൻ വൈദ്യരോടൊപ്പം തന്നെ കൊങ്കിണി ബ്രാഹ്മണരായ രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവരുടെ സഹായവും ഈ ഗ്രന്ഥം തയ്യാറാക്കുന്നതിന് ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദ ഗ്ലോറിയസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഡച്ച് ടു കേരള? കേരളത്തിന് ഡച്ചുകാരുടെ മഹത്തായ സംഭാവന എന്തായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ അക്കർ? ഏതു വർഷമാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741, 1741. ഹൂ വെയർ നോൺ ആസ് ലന്തൻസ്? ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡച്ച്. ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത്. വിച്ച് ഈസ് ദ യൂറോപ്യൻ ഫോഴ്സ് കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ ഡച്ച്? ഡച്ചുകാരെ തുടർന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ആരാണ്? ദ ഇംഗ്ലീഷ്. ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ഇംഗ്ലീഷുകാരാണ്. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ കമ്പനി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ടു ട്രേഡ് വിത്ത് ഇന്ത്യ? ഇന്ത്യയുമായി വ്യാപാര ബന്ധം നടത്താൻ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച കമ്പനി ഏതാണ്? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുമായി വ്യാപാര ബന്ധം നടത്താൻ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഇൻ വിച്ച് ഇയർ വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ്? ഏത് വർഷമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്? ഇൻ 1600, 1600 ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. വിച്ച് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ? ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? സൂററ്റ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. വെൻ വാസ് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ്? എപ്പോഴാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്? ഇൻ 1664, 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. വിത്ത് ദ ഡിസ്കവറി ഓഫ് സീ റൂട്ട് ഡിഫറെന്റ് യൂറോപ്യൻ കൺട്രീസ് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കൺട്രീസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓർഡർ ഓഫ് ദിയർ അറൈവൽ. പുതിയ സമുദ്രമാർഗങ്ങൾ കണ്ടെത്തിയതോടെ വ്യാപാരത്തിനായി ഇന്ത്യയിൽ യൂറോപ്യൻ ശക്തികളെത്തി. അവർ ആരൊക്കെയാണ് എന്ന് അവർ വന്ന കാലഗണനയനുസരിച്ച് എഴുതുക. ആദ്യമെത്തിയതാരാണ്? ദ പോർച്ചുഗീസ്. നെക്സ്റ്റ് ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. ആദ്യമെത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു, പിന്നീട് ഡച്ചുകാരെത്തി, അതിനുശേഷം ഇംഗ്ലീഷുകാരെത്തി, അവസാനം ഇന്ത്യയിലെത്തിയത് ഫ്രഞ്ചുകാരാണ്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ് യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മാപ്പ് ഗിവൺ എബോവ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുകളിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖ നിരീക്ഷിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗോവ, ദാമൻ, ദിയു ഇവയാണ് പോർച്ചുഗീസുകാരുടെ ട്രേഡ് സെന്റേഴ്സ്. ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം. കൊച്ചിയും കൊല്ലവും ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രമാണ്. ട്രേഡ് സെന്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്തിലെ സൂററ്റ്. സൂററ്റായിരുന്നു ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. മറ്റേതൊക്കെയാണ്? ബോംബെ, മദ്രാസ് ആൻഡ് കൽക്കത്ത. അവസാനമായി എത്തിയ ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മാഹി, പോണ്ടിച്ചേരി, കാരയ്ക്കൽ. നമുക്ക് ഇവയെ ഒരു ടേബിൾ ആക്കാം. ഈ ടേബിളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചോദ്യം കൂടി ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ഡു ദീസ് സെന്റേഴ്സ് പ്രസന്റ്ലി സിറ്റുവേറ്റ്? ഈ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടി നമുക്ക് കണ്ടെത്താം. ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാരുടെ വ്യാപാര കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു. ഗോവ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ദാമൻ, ദിയു
ഇത് രണ്ടും ഇന്ന് യൂണിയൻ ടെറിട്ടറിയാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്, ഗുജറാത്തിലാണ് ഉൾപ്പെടുന്നത്. ദ ഡച്ച്, കൊച്ചി, കൊല്ലം. ഡച്ച് വാണിജ്യ കേന്ദ്രങ്ങളായ കൊച്ചി ആൻഡ് കൊല്ലം. കൊച്ചിയും കൊല്ലവും ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണ്. നെക്സ്റ്റ് ദ ഇംഗ്ലീഷ്. സൂറത്ത്, ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. സൂറത്ത് ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്ത്. ബോംബെ ഏത് സ്റ്റേറ്റിലാണ്? ബോംബെ മഹാരാഷ്ട്രയിലാണ്. കൽക്കത്ത ഏത് സ്റ്റേറ്റിലാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. മദ്രാസ് ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാട്. ദ ഫ്രഞ്ച്, പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരക്കൽ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇത് മൂന്നും യൂണിയൻ ടെറിട്ടറിയാണ്, കേന്ദ്ര ഭരണ പ്രദേശമാണ്, പുതുച്ചേരിയിലാണ്. പോണ്ടിച്ചേരി ഇന്ന് പുതുച്ചേരി എന്നാണ് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ഓഫ് യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ്? യൂറോപ്യൻ വ്യാപാര കേന്ദ്രങ്ങളുടെ പൊതുവായ സവിശേഷത എന്താണ്? All these trade centers were located on the sea coast. എല്ലാ വ്യാപാര കേന്ദ്രങ്ങളും സമുദ്ര തീരത്തായിരുന്നു. എന്തിനു വേണ്ടിയായിരിക്കും അവർ ഇങ്ങനെ സമുദ്രതീരം തിരഞ്ഞെടുത്തത്? കടൽ മാർഗമുള്ള അവരുടെ വ്യാപാരത്തിന്റെ സൗകര്യത്തിനു വേണ്ടിയായിരുന്നു സമുദ്രതീരം കേന്ദ്രമാക്കി വ്യാപാര കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. Where did the English East India Company gain power in India for the first time? ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം അധികാരം നേടിയത് എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. ഓർമ്മിച്ചു വെക്കണം, ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം നേടിയത് ബംഗാളിലായിരുന്നു. What were the factors that motivated the English East India Company to gain power in Bengal? ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? അഗ്രികൾച്ചറൽ പ്രോസ്പിരിറ്റി ആൻഡ് ദ കൺവീനിയന്റ് ട്രേഡ് ഫെസിലിറ്റീസ് prompted the company to capture power in Bengal. അഗ്രികൾച്ചറൽ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ കാർഷിക സമൃദ്ധി. അതുപോലെ തന്നെ ട്രേഡ് ഫെസിലിറ്റീസ്, കച്ചവട സൗകര്യങ്ങൾ. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചത്. ഇൻ വിച്ച് ഇയർ വാസ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഫോർട്ട്? ഏത് വർഷമാണ് പ്ലാസി യുദ്ധം നടന്നത്? 1757, 1757. ഇൻ വിച്ച് ഇയർ ഡിഡ് ദി ബാറ്റിൽ ഓഫ് ബക്സാർ ടേക്ക് പ്ലേസ്? ഏത് വർഷമാണ് ബക്സാർ യുദ്ധം നടന്നത്? 1764, 1764. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും നടന്നു. വാട്ട് പ്രോംപ്റ്റഡ് ദ ഇംഗ്ലീഷ് ടു കോൺകർ മൈസൂർ? മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഇറ്റ് ബിക്കെയിം ദി ഡോമിനന്റ് പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഹൈദരാലി ആൻഡ് ടിപ്പു സുൽത്താൻ. മൈസൂർ പ്രബല ശക്തിയായി മാറിയത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായി. ദിയർ ഡോമിനേഷൻ എക്സ്റ്റെൻഡഡ് ഈവൻ ദ ഏരിയാസ് ലൈക്ക് മലബാർ. ദിസ് ഇന്ററപ്റ്റഡ് ദി ട്രേഡ് ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. ബ്രിട്ടീഷുകാർ മലബാർ കീഴടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇവിടെ പറഞ്ഞത്. മൈസൂറിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി. ദി ഫ്രണ്ട്ലി റിലേഷൻ ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റൈൻഡ് വിത്ത് ദ ഫ്രഞ്ച് ഓൾസോ ആഡഡ് ഫ്യൂൽ ടു ദി അനിമോസിറ്റി ഓഫ് ദി ബ്രിട്ടീഷ്. ദിസ് മെയ്ഡ് ദം കോൺകർ മൈസൂർ. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ കച്ചവടത്തിനായി പരസ്പരം മത്സരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായി സൗഹൃദമുണ്ടായിരുന്നു. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്ന മൈസൂർ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ പ്രബല ശക്തിയായി. മൈസൂറിന്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് തടസ്സമായി. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായി ശത്രുതയിലായിരുന്ന ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. നെയിം ദ ട്രീറ്റി ബൈ വിച്ച് ദ ബ്രിട്ടീഷ് അനക്സ്ഡ് മലബാർ. ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏതുടമ്പടി അനുസരിച്ചാണ്?
ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദി സബ്സിഡിയറി അലയൻസ്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ലോർഡ് വെല്ലസ്ലി പ്രഭു. വിച്ച് വെയർ ദി സ്റ്റേറ്റ്സ് അനക്സ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ത്രൂ ദി സബ്സിഡിയറി അലയൻസ്? സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ. ഹൈദരാബാദും തഞ്ചാവൂറും ഇൻഡോറുമാണ് സബ്സിഡിയറി അലയൻസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ. വിച്ച് ലോ വാസ് എക്സിക്യൂട്ടഡ് ബൈ ലോർഡ് ഡൽഹൌസി ടു അക്യൂർ ദി പ്രിൻസിലി സ്റ്റേറ്റ്സ്? നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ നിയമം ഏതാണ്? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഡൽഹൌസീസ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ഡൽഹൌസിയുടെ ദത്തവകാശ നിരോധന നിയമത്തെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ്ഡ് ദി പോളിസി ഓഫ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ആസ് പെർ ദി പോളിസി, ദി കിങ്സ് വെർ നോട്ട് അലൗഡ് ടു അഡോപ്റ്റ് എ മെയിൽ ഹെയർ. ഈ നിയമമനുസരിച്ച് രാജാക്കന്മാർക്ക് പുരുഷ അനന്തരാവകാശിയെ ദത്തെടുക്കാൻ കഴിയുകയില്ല. വെൻ ദി റൂളർ ഓഫ് എ പ്രിൻസിലി സ്റ്റേറ്റ് ഡൈഡ് വിത്തൗട്ട് എ മെയിൽ ഹെയർ, ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദി സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു നാട്ടുരാജാവ് മരിച്ചാൽ ആ പ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. ഇതാണ് ദത്തവകാശ നിരോധന നിയമം. വിച്ച് വെയർ ദ സ്റ്റേറ്റ്സ് അനക്സ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ത്രൂ ദി ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്? ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ വിലയിരുത്തൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പഠിക്കാം. ആദ്യത്തെ ചോദ്യം: ദ ടർക്സ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ നെസസിറ്റേറ്റഡ് ദ യൂറോപ്യൻസ് ടു ഡിസ്കവർ എ സീ റൂട്ട് ടു ഇന്ത്യ. വൈ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. എന്തുകൊണ്ട്? തുർക്കികൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? 1453. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. ഇങ്ങനെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഇന്ത്യയിലേക്ക് കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. അതെന്തുകൊണ്ട് എന്നാണ് ചോദ്യം. When the Turks conquered Constantinople, the trade between India and Europe came to an end. So the Europeans tried to find a sea route to India for trading. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം അവസാനിച്ചു. അതാണ് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി പുതിയ കടൽ മാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഇന്ത്യയിലേക്കുള്ള കരമാർഗം അടഞ്ഞു. അത് പുതിയ സമുദ്രമാർഗങ്ങൾ തേടാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചു. കാരണം ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ അടക്കം യൂറോപ്യൻ വിപണിയിൽ വലിയ ഡിമാൻഡായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ. ഐഡന്റിഫൈ ദി റീസൺസ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. കാരണം വ്യക്തമാക്കുക. എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയാതെ പോയത് എന്ന് നമുക്ക് നോക്കാം. They did not have enough economic and military resources to compete with other European powers. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ they faced resistance from native forces. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. ഇതാണ് പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി കോണ്ടാക്ട് വിത്ത് ദി പോർച്ചുഗീസ് ക്രിയേറ്റഡ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ അവർ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ലൈഫ്. ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ്. പോർച്ചുഗീസ് ബന്ധങ്ങൾ നമ്മുടെ സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പ്രസ്താവന വിലയിരുത്തുക. പോർച്ചുഗീസ് ബന്ധം
ഇവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് പോർച്ചുഗീസ് ബന്ധത്തിലൂടെ ഉണ്ടായത് എന്ന് നമുക്ക് പഠിക്കാം. The trade relation with the Portuguese greatly influenced the agricultural sector of Kerala. പോർച്ചുഗീസുകാരുമായുള്ള വ്യാപാര ബന്ധം കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തി. Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ആർട്ട് ഫോം ചവിട്ടുനാടകം വെയർ സം ഓഫ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. മലയാളം വേർഡ്സ് ലൈക്ക് മേശ, കസേര, കുശിനി and varanda were the contributions of Portuguese. മേശ, കസേര, കുശിനി, വരാന്ത തുടങ്ങിയ മലയാളം വാക്കുകൾ രൂപപ്പെട്ടത് പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെയാണ്. പോർച്ചുഗീസ് ബന്ധങ്ങളിലൂടെ കേരളത്തിൽ രൂപപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? മേശ, കസേര, വരാന്ത, കുശിനി. ദ പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ക്രിസ്ത്യാനിറ്റി ഇൻ കേരള. പോർച്ചുഗീസുകാർ കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. ഇത്തരത്തിൽ പോർച്ചുഗീസ് ബന്ധങ്ങൾ നമ്മുടെ സാമ്പത്തിക സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വെർ ദി കുഞ്ഞാലിമരക്കാർസ്? എക്സ്പ്ലെയിൻ ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. കുഞ്ഞാലിമരക്കാർമാർ ആരായിരുന്നു? ഇന്ത്യാ ചരിത്രത്തിൽ ഇവരുടെ പ്രാധാന്യം വിലയിരുത്തുക എന്നാണ് ചോദ്യം. കുഞ്ഞാലിമരക്കാർമാരെ കുറിച്ച് നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ വളരെ വിശദമായി പഠിച്ചതാണ്. ആരാണ് കുഞ്ഞാലിമരക്കാർമാർ? കുഞ്ഞാലിസ് വേർ ദി കമാൻഡർ ഓഫ് ദി നേവൽ ഫോഴ്സ് ഓഫ് സാമോരിൻ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ. കുഞ്ഞാലിമരക്കാർസ്, ദി അഡ്മിറൽസ് ഓഫ് സാമോറിൻസ് നേവൽ ഫോഴ്സ്, ലെഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദി പോർച്ചുഗീസ് ഇൻ ദി മലബാർ റീജിയൻ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരക്കാർമാർ ആയിരുന്നു. ദി കുഞ്ഞാലീസ് who fought against the naval supremacy of the Portuguese have a great place in the history of Kerala. പോർച്ചുഗീസുകാരുടെ നാവിക മേധാവിത്വത്തിനെതിരെ പോരാടിയ കുഞ്ഞാലിമാർക്ക് കേരള ചരിത്രത്തിൽ മഹത്തായ സ്ഥാനമുണ്ട്. ഓർമ്മിച്ചിരിക്കേണ്ടത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ. പോർച്ചുഗീസുകാർക്കെതിരെ മലബാർ തീരം കേന്ദ്രീകരിച്ചുള്ള ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരക്കാർമാർ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമിൻ ദി റീസൺസ് ഫോർ ദി ഡിഫീറ്റ് ഓഫ് ദി ഫ്രഞ്ച് ഇൻ കർണാട്ടിക് വാഴ്സ്. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ പരിശോധിക്കുക. കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധം നടന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഫ്രഞ്ചുകാർ കർണാട്ടിക് യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള കാരണം The English had a powerful navy force and weapons. ഇംഗ്ലീഷുകാർക്ക് ശക്തമായ നാവികസേനയും ആയുധങ്ങളും ഉണ്ടായിരുന്നു. But the French force and weapons were weak. എന്നാൽ ഫ്രഞ്ച് സേനയും അവരുടെ ആയുധങ്ങളും ദുർബലമായിരുന്നു. ഫ്രഞ്ച് സൈന്യത്തെക്കാൾ ശക്തമായ നാവികസേനയും ആയുധങ്ങളും ഇംഗ്ലീഷ് സൈന്യത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർണാട്ടിക് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർക്ക് വിജയിക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. ക്രോണോളജിക്കൽ ഓർഡർ അതായത് കാലഗണനയനുസരിച്ച് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സംഭവങ്ങളും നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്താനാണ്. അതായത് ആദ്യം നടന്ന സംഭവം ആദ്യം എഴുതുക, അതിനുശേഷം അടുത്ത് നടന്ന സംഭവം ഏതാണോ അത് എഴുതുക. അങ്ങനെ ഓരോ സംഭവങ്ങളും നടന്ന വർഷക്രമത്തിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള ഇൻസിഡൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം. ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ, കൊളച്ചൽ യുദ്ധം. ദ അറൈവൽ ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ, ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. ദ അറൈവൽ ഓഫ് വാസ്കോഡ ഗാമ ഇൻ കാലിക്കട്ട്, വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തി. ദി അറൈവൽ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്. ഈ ഉത്തരം എഴുതാൻ ഓരോ സംഭവങ്ങളും നടന്ന വർഷങ്ങൾ ആദ്യം അവയ്ക്ക് നേരെ രേഖപ്പെടുത്താം. ദി ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം നടന്നത് എപ്പോഴാണ്? 1757, 1757.
ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. കൊളച്ചൽ യുദ്ധം നടന്നത് എപ്പോഴാണ്? 1741. 1741 കൊളച്ചൽ യുദ്ധം നടന്നത്. ദി അറൈവൽ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ. കച്ചവടത്തിനായി ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ്? 1602. 1602. ദി അറൈവൽ ഓഫ് വാസ്കോഡ ഗാമ ഇൻ കാലിക്കട്ട്. വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തിയത് 1498 1498. ദി അറൈവൽ ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാർ കച്ചവടത്തിനെത്തിയത് എപ്പോഴാണ്? 1664. 1664. ഇപ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങളും നടന്ന വർഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സംഭവങ്ങളിൽ ആദ്യം നടന്നത് ആദ്യം എഴുതുക. തുടർന്ന് ഓരോ സംഭവങ്ങളും നടന്ന വർഷക്രമത്തിൽ രേഖപ്പെടുത്തിയാൽ ഇതിന്റെ ഉത്തരം കിട്ടും. ഇവിടെ ആദ്യം നടന്ന സംഭവം ഏതാണ്? ദി അറൈവൽ ഓഫ് വാസ്കോഡ ഗാമ ഇൻ കാലിക്കട്ട്. വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തി. അടുത്തു വരേണ്ടത് ദി അറൈവൽ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഡച്ചുകാർ കച്ചവടത്തിനെത്തി. അടുത്തു വരേണ്ടത് ദ അറൈവൽ ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. അടുത്തു വരേണ്ടത് ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. കൊളച്ചൽ യുദ്ധം. അവസാനം ദ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധം. ഇവിടെ ആദ്യം നടന്ന സംഭവം ആദ്യവും തുടർന്ന് ഓരോ സംഭവങ്ങളും നടന്ന വർഷക്രമത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഐറ്റംസ് ഗിവൺ ഇൻ എ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക് സ്പേസസ് ഇൻ ബി ബേസ്ഡ് ഓൺ ദി സെയിം റിലേഷൻഷിപ്പ്. ഈ വിഭാഗത്തിലെ രണ്ട് ഘടകങ്ങളുടെയും പരസ്പര ബന്ധം കണ്ടെത്തി അതുപോലെ ബി വിഭാഗത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ് ചോദ്യം. എ കോളത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത് ഗോവയാണ്. ഗോവ പോർച്ചുഗീസുകാരുടെ മേജർ ട്രേഡ് സെന്റർ ആണ്. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ് ഗോവ. അങ്ങനെയാണെങ്കിൽ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ആരുടെ ട്രേഡ് സെന്റർ ആണ്? ആൻസർ ഫ്രഞ്ച്. ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രമാണ് പോണ്ടിച്ചേരി. സബ്സിഡിയറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ലോർഡ് വെല്ലസ്ലിയാണ്. അങ്ങനെയാണെങ്കിൽ ദി ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര് എന്നാണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്. ആരാണ്? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭുവാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഈ യൂണിറ്റിന്റെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളുടെയും ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ അതുകൂടി കാണുക. അടുത്ത യൂണിറ്റിന്റെ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.